ട്രോളാൻ വരുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ള കാര്യം അതും കൂടാ. ഇതിനകത്ത് വലിയ ഇവരെ പറ്റിയല്ല പറയുന്നത്, ഇപ്പൊ പുതുതായിട്ട് വന്ന പിള്ളേരെ പറ്റിയാണ് പറയുന്നത്. ട്രോളാൻ വേണ്ടി ഒന്നുമില്ല, അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അവരത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, മുൻനിര ആർട്ടിസ്റ്റുകൾ, നമ്മുടെ മുമ്പിലുള്ള സീനിയർ ആർട്ടിസ്റ്റ്, മുൻനിര ആർട്ടിസ്റ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവര് ഇതുപോലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് പുറകെ നടന്നു തന്നെയാണ് അവർ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ അവസ്ഥ സമയം ആകും. ഇപ്പൊ വിജയരാഘവൻ അല്ലെങ്കിൽ ചേട്ടനൊക്കെ ഇപ്പോഴാണ് നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു നടനല്ലാത്ത കൊണ്ടാണോ അംഗീകരിക്കാത്തത്? അല്ല, അത് എപ്പോഴും നായകന്മാർക്കാണല്ലോ പ്രാധാന്യമുള്ളത്. നമ്മുടെ മലയാള സിനിമ ഏത് സിനിമയായാലും ശരി നായകന്മാർക്ക് തന്നെ പ്രാധാന്യമുള്ളത്. ഈ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കുന്നത് നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്കാണ്. അത് എഴുതി കൊടുക്കണം, നേരത്തെ എഴുതി കൊടുക്കണം, ആരാണ് ഇതിലെ ഹീറോ ഹീറോയിൻ, അങ്ങനെ എഴുതി കൊടുത്താലേ കിട്ടുള്ളൂ. വിജയന്റെ കാര്യത്തിൽ എന്റെയും മമ്മൂട്ടിയുടെയും പേര് എഴുതി കൊടുത്തിട്ടുണ്ട് നായകന്മാർക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ചേട്ടന്റെ സീരിയലുകൾ കാണാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടൻ. ആ സ്ഥലത്ത് സിനിമയിൽ ഒറ്റ ഉന്നതങ്ങളിൽ എത്തേണ്ട. സിനിമയിൽ ഞാൻ ആദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സിനിമയിൽ ആദ്യം അഭിനയിക്കുന്ന എന്റെ പുറകോശമാണ്. ഭരത് ഗോപി സംവിധാനം ചെയ്ത സിനിമ ഉണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്, കാരണം അത് റിലീസായിട്ടില്ല. അത് ഞാറ്റടി എന്ന് പറയുന്ന സിനിമയാണ്, മുരളി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. അത് റിലീസായിട്ടില്ല. അത് ഞാൻ അതിന്റെ ഇത് കണ്ടു, കോപ്പി തിയേറ്ററിൽ കാണിച്ചപ്പോ കണ്ടു എന്നുള്ളതേ ഉള്ളൂ, റിലീസായിട്ടില്ല. അവിടെ തന്നെ ബ്ലാക്ക് എനർജി അതില് ഞാനിങ്ങനെ ഷൂട്ടിംഗ് ആണ്. എന്റെ ഫ്രണ്ടിനെ കൊണ്ടാ പോയതാണ്, ലൊക്കേഷനിൽ പോയതാണ്. അപ്പൊ ഒരു കോളേജ് സീൻ എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ കോളേജിൽ ഒരുപാട് പേര് വേണമല്ലോ. അപ്പൊ ഗോപിച്ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെറുതെ വന്നല്ലേ? നിങ്ങളൊന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാമറ നോക്കരുത്, ഇവിടുന്ന് അങ്ങോട്ട് നടന്നോളാം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നടന്നു. അങ്ങനെ ആദ്യമായിട്ട് അഭിനയിച്ചതിന്റെ പുറകുവശമാണ്. പിന്നെ ശബ്ദം, പിന്നെയാണ് ഞാൻ എന്റെ രൂപം, ഫ്രണ്ട് മുഖമൊക്കെ ആൾക്കാർ കാണുന്നത്. അപ്പൊ ഇത് വളരെ വളരെ സ്ലോ പ്രോസസ്സായിരുന്നു, എളുപ്പത്തിൽ വന്നതൊന്നുമല്ല. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ നായകനും നായികയും തന്നെയാണ് പ്രധാനം. ബാക്കിയുള്ളവർ പിന്നെ സഹ നടന്മാരായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അങ്ങനെ ഒരു പദവിയിലേക്ക് എത്താത്തതില് അങ്ങനെ ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ, ഞാനിതൊരു തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല, അത്രയേ ഉള്ളൂ. ഈ സമയത്തും ചേട്ടന്റെ ഈ നമ്മുടെ പുലിമുരുകളിലെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ട്രോളായിട്ട് കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ചേട്ടനൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഈ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ആരും കൊടുക്കുന്നതല്ല. ഈ സിനിമ നിർമ്മാതാക്കള് സിനിമ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങില് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, ജനനായകൻ, മറ്റേത് അങ്ങനെ ഓരോ ടൈറ്റില് സിനിമയിൽ അവർ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ആൾക്കാർ അംഗീകരിച്ച് സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ. നമ്മള് പറയുന്നില്ലേ, നമ്മളിപ്പോ പറയുന്നല്ലേ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ലേ, നമ്മള് പറയുന്നുണ്ട്. അപ്പൊ അതന്നെ ആരും അംഗീകരിക്കണത് നമ്മൾ പറയുമ്പോൾ തന്നെ അത് അംഗീകാരം. പക്ഷെ സിനിമയിൽ എഴുതി കാണിക്കുന്നുള്ളൂ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ കാണിക്കുന്നുള്ളൂ, സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ അങ്ങനെ ജനനായകൻ. സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എവിടെ ആയാലും തുടക്കത്തില് അവര് സാധാ ആൾക്കാരെ പോലെ തുടങ്ങിയവരാണ്. നാളെ വിചാരിച്ചാലും ഒരാൾക്ക് സൂപ്പർ സ്റ്റാർ ആവാം. കാരണം അവരുടെ ക്യാരക്ടർ ആ ഒരു രീതിയിലാണെങ്കിൽ നാളെ ചെയ്യുന്ന ഇപ്പൊ ഇവർക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടുന്ന വെച്ചോ അവർ സൂപ്പർ സ്റ്റാർ ആവും. കാര്യം ആ സ്റ്റോറിയിലെ കണ്ടന്റ് ആണ് അവരെ സ്റ്റാറുകളാക്കുന്നത്. സോ വിചാരിച്ചാൽ ആ ഒരു റോൾ കിട്ടിയാൽ ആർക്കും ആവാം. ജനുവരി 23-നാണ് കിരാത തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രേക്ഷകരാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.